അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഇന്നിവിടെ ജുമഅക്ക് കൂടാനുള്ള ഭാഗ്യം നൽകി. നമ്മൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, ഞങ്ങളെ റമളാനിലേക്ക് നീ എത്തിച്ചു തരണമേ എന്ന്. പക്ഷേ ആരെല്ലാം എത്തിച്ചേരുമെന്ന് നമുക്കാർക്കും ഉറപ്പില്ല. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. കഴിഞ്ഞ 2 മാസത്തോളം അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ എന്ന ദുആ ചെയ്ത് നമുക്ക് വഅദ് പറഞ്ഞു തന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ മസ്ഊദ് സഖാഫി ഇന്ന് നമ്മോടൊപ്പമില്ല. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. റമളാനിലും ഏറെ ദിവസങ്ങളിൽ പ്രോഗ്രാമുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അള്ളാഹുവിന്റെ വിളി നേരത്തെയായിരുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ നേരത്തെ ഒന്നുമല്ല, അള്ളാഹു നിശ്ചയിച്ച സമയത്ത് തന്നെ. അങ്ങനെ ഒരു ഭാഗത്ത് നമ്മെ എല്ലാവരെയും ആത്മീയമായി ആലോചിക്കാൻ പറ്റുന്ന വലിയ ഒരു മരണം. നീ പള്ളിയിൽ ഇരിക്കൂ, ഒരല്പസമയം കൂടി എന്ന് നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ നമ്മൾ ഒരു മിമ്പറിൽ ഖുത്ബ ആരംഭിച്ചു, ഈ മിഹ്റാബിൽ നിസ്കരിച്ചു. എന്നാൽ മിമ്പറും മിഹ്റാബും ഇല്ലാതെ ആയിരക്കണക്കിന് ആളുകൾ ഫലസ്തീനിൽ നിന്ന് ജുമുഅ നിസ്കരിക്കുന്നുണ്ട്. സിറിയയിൽ നിന്ന് ജുമുഅ നിസ്കരിക്കുന്നുണ്ട്. അവിടെയും പ്രൗഢമായ പള്ളികളും മിഹ്റാബുകളും ഉണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ വിധി വന്നപ്പോൾ അവരുടെ മിമ്പറുകളും മിഹ്റാബുകളും എല്ലാം തകർക്കപ്പെടുകയോ ആക്രമണങ്ങൾക്കിരയാവുകയോ ചെയ്തപ്പോൾ അത് നമ്മളോട് നൽകുന്ന വലിയൊരു ഉണർത്തലുണ്ട്. അല്ലയോ മനുഷ്യ, സലാം വീട്ടിയിട്ട് ഇത്ര ധൃതിയിൽ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു ചോദ്യം. അത്യാവശ്യമുള്ളവർ ജുമുഅ കഴിഞ്ഞു പോകും, അവർക്ക് പോകാം. എന്നാൽ അല്ലയോ കൂട്ടുകാരാ, നീ വെള്ളിയാഴ്ച അത്യാവശ്യം കൊണ്ടുപോയതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും നിനക്ക് അത്യാവശ്യമായിരുന്നു. അത് അടുത്ത വെള്ളിയാഴ്ചയും നിനക്ക് തിരക്കാണെങ്കിൽ തിരക്കില്ലാത്ത ഒരു വെള്ളിയാഴ്ച എന്നാണ് നിനക്ക് പള്ളിയിൽ വരാനുണ്ടാവുക. നേരത്തെ വന്ന് അൽകഹ്ഫ് ഓതിയിരിക്കാനുള്ളൊരു വെള്ളിയാഴ്ച എവിടെ? ജുമുഅ കഴിഞ്ഞിട്ടൊരല്പസമയം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ എവിടെ? ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സാവധാനം പോകാനുള്ള ഒരു വെള്ളിയാഴ്ച എന്റെയും നിങ്ങളുടെയും മുമ്പിലുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സുകളെ അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കണം. പരിശുദ്ധമായ റമളാൻ അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇനിയും ഈ റമളാനിലേക്ക് നമ്മൾ എത്തുമോ എന്ന് എനിക്കോ നിങ്ങൾക്കോ ഉറപ്പ് പറയാനില്ല. അല്ലാഹുമ്മ ബിഫദ്ലിക ബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, നിന്റെ ഓശാരം കൊണ്ട് ഞങ്ങൾ റമളാനിൽ എത്തിച്ചു തരണമേ. റമളാനിനെ സ്വീകരിക്കേണ്ടത് ഒന്നാമതായി ബിത്തൗബ, നീ തൗബ ചെയ്തുകൊണ്ടാണ്. അത്തഹ്ലിയത്തു ബഅദ ഖബ്ല അത്തഹ്ലിയ, നീ ആദ്യം നിന്റെ ഖൽബിനെയും നിന്റെ ശരീരത്തെയും പാപങ്ങളിൽ നിന്നൊന്ന് കഴുകി കാലിയാക്കണം. എന്നിട്ട് വേണം പുതുമയുള്ള നന്മകളെ അതിലേക്ക് സ്ഥാപിക്കാൻ. അതുകൊണ്ട് റമളാനിന് വേണ്ടി ഒരുങ്ങേണ്ടത് ഒന്നാമതായി ബിത്തൗബത്തി, അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങണം. അള്ളാഹുവേ, നീ എന്റെ പാപങ്ങൾ പുറത്ത് റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മുഴുവനും നീ ചേർത്തു തരണേ അല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്യേണ്ട സമയമാണ്. അല്ലാഹു തആല കാത്തിരിക്കുകയാണ് അടിമയുടെ തൗബയ്ക്ക് വേണ്ടി. അടിമ തൗബ ചെയ്യുമ്പോൾ ഉടമയായ അല്ലാഹുവിന് സന്തോഷമാണ്. അവൻ വാരിക്കോരി തരാൻ കാത്തിരിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നു തന്നെ തൗബ ചെയ്യണം. അത്തൗബത്തുൻ നസൂഹ്, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ.
അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ സ്വീകാര്യമായ തൗബ ചെയ്യണം. ഒരുപാട് അരുതായ്മകളിൽ വ്യവഹരിക്കുന്നവരാണ് നമ്മൾ. ഒന്ന് ചോദിച്ചോട്ടെ, പരിശുദ്ധ റമളാനെ വരവേൽക്കാൻ പറ്റുന്ന കണ്ണുള്ളവർ ആരുണ്ട് ഈ പള്ളിയിൽ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ പറ്റുന്ന കണ്ണുള്ള ആരുണ്ട് ഈ പള്ളിയിൽ? ഒരു സ്ക്രീനിലൂടെയെങ്കിലും അന്യ സ്ത്രീയുടെ നഗ്നതകളോ അന്യ സ്ത്രീയുടെ ശരീരമോ കാണാത്ത ഏതെങ്കിലും കണ്ണുകൾ ഈ പള്ളിയിലുണ്ടോ? ഏതെങ്കിലും അനാവശ്യങ്ങൾ കേൾക്കാത്ത കാതുകൾ ഈ പള്ളിയിലുണ്ടോ? എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലേക്കുള്ള വഴികളാണ് കണ്ണും കാതും. നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണും കാതും ഇന്ന് അനാവശ്യങ്ങളിൽ വ്യവഹരിക്കുന്ന കാലമാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നമ്മുടെ റമളാൻ അല്ലാതെ ആക്കാൻ നമ്മുടെ മൊബൈലിന് സാധിക്കുമ്പോൾ ഇത്തഖുല്ലാഹ ഫിൽ ജവാലാത്ത്, മൊബൈലിന്റെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറയേണ്ട കാലമാണ്. കാരണം നമ്മുടെ എല്ലാ വിചാരങ്ങളെയും വികാരങ്ങളെയും അപകടകരമായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ഈ സാങ്കേതിക സംവിധാനങ്ങൾ കാരണമാകുമ്പോൾ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരൽപ്പം പ്രയാസമാണ്. റമളാനിന്റെ പടിവാതിൽക്കലുള്ള ഈ വെള്ളിയാഴ്ച ദിവസം ജുമഅ കഴിഞ്ഞിട്ട് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. മനസ്സറിഞ്ഞ് ദുആരക്കണം. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് കാണാൻ പറ്റാത്തത് കണ്ടുപോയി, കേൾക്കാൻ പറ്റാത്തത് കേട്ടുപോയി. ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാഹ്. ഞങ്ങൾക്ക് ഈ ലോകത്തെ കാഴ്ച പോരാ. നാളെ ഞങ്ങൾക്ക് പരലോകത്തേക്ക് വരുമ്പോൾ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അടരുകളിലും അനുരാഗത്തിന്റെ ആത്മബിന്ദുക്കളെ അടയാളപ്പെടുത്തി വെച്ച അത്യത്ഭുതകരമായ പ്രണയത്തിന്റെ മഹാപ്രപഞ്ചം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾക്കൊന്നു കാണാൻ പൂതിയുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും വലിയ കാഴ്ച നിന്റെ ലിഖാ ആണ്. അതിന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിന് പറ്റുന്ന ജീവിതം ഞങ്ങൾക്ക് തരണം അല്ലാഹ്. നോമ്പുകാരന് രണ്ട് സന്തോഷമാണ്. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം, രണ്ടാമത്തേത് ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ലിഖാ കിട്ടുമ്പോൾ. അല്ലെങ്കിൽ മറ്റൊന്ന്, മരണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ്. ഇൻദ ലിഖാഇ റബ്ബിഹി, നോമ്പുകാരന് മരണസമയത്ത് വലിയൊരു ആനന്ദമുണ്ട്, വലിയൊരു സന്തോഷമുണ്ട്. അല്ലാഹുവേ, നിന്റെ യഥാർത്ഥ സ്വാഇമീങ്ങൾക്ക് നൽകുന്ന നല്ല മരണം ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വലികുല്ലി സഈൻ സ്വാലിഹിൻ ബാബുൻ വറബ്ബു സഈ മിൻഹു ദാഖിലുൻ ബിഅമാനി. എല്ലാ സൽക്കർമ്മങ്ങൾക്കും വാതിലുകളുണ്ട് സ്വർഗത്തിൽ. അതാത് കർമ്മങ്ങളുടെ ആളുകൾ ആ വാതിലിലൂടെ കടക്കും. ബാബുൽ ജിഹാദി വദാക അഅലാഹ, ജിഹാദിന്റെ വാതിൽ അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവാർപ്പണം നടത്തിയവരുടെ വാതിലാണ് സ്വർഗത്തിലെ അത്യുന്നതമായ വാതിൽ. ബാബുൽ ജിഹാദി വദാക അഅലാഹ വബാബു സൗമി യുദ്അൽ ബാബു ബിർറയ്യാനി. നോമ്പുകാരന് റയ്യാൻ എന്ന ഒരു കവാടമുണ്ട്. എന്നാൽ ഫലസൗഫ യുദ്അൽ മർഉ മിൻ അബ്വാബിഹാ ജംഅൻ ഇദാ വാഫാ
ജലൽ ഈമാനി. ചില ആളുകൾ സ്വർഗത്തിന്റെ എല്ലാ കവാടത്തിലൂടെയും കടക്കും. അവരാരാണ്? മിന്നും അബൂബക്കറിൻ, അവരിൽപ്പെട്ടയാളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. എല്ലാ നന്മയും ചെയ്തവർ. അവ പരിശുദ്ധ റമളാൻ എല്ലാ നന്മയുടെയും ഒരു വിളവുകാലമാണ്. തൗബ ചെയ്ത് റമളാനിലേക്ക് പ്രവേശിക്കണം. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. നോമ്പെടുക്കണമെന്ന് പറയേണ്ടതില്ല. അതുപോലെ നമ്മൾ പരിശുദ്ധ ഖുർആൻ അവതരിച്ച വാർഷികത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഖത്മാക്കാത്ത ഒരാളും ഉണ്ടാവരുത്. നമ്മൾ ഓരോരുത്തരും ഏറ്റവും മിനിമമാണ് ഒരു പ്രാവശ്യം ഖുർആൻ ഖത്മാക്കൽ. പിന്നീട് പാവങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരും. റമദാൻ വരുമ്പോൾ അല്ലാഹു തആല നിഅമത്ത് ചെയ്തവർ തരുമെന്ന് കരുതിയിട്ട് പാവങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരും. ആ പാവങ്ങളെ ആട്ടിയോടിക്കരുത്. കഴിയുമെങ്കിൽ നൽകണം. ഇല്ലെങ്കിൽ അവരോട് നല്ല വാക്കെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കണം. നമ്മുടെ വീടുകളിലേക്ക് കാരുണ്യം തേടി കൈനീട്ടാൻ ആളുകൾ വരുമ്പോൾ ഒരാളെയും നിങ്ങൾ ആട്ടിയോടിക്കരുത്. ആരെയും നിങ്ങൾ ആക്ഷേപിക്കരുത്. ചിലപ്പോൾ അർഹതപ്പെട്ടവരുണ്ടാകും, അല്ലാത്തവരുമുണ്ടാകും. ഒരുപാട് കോമഡികൾ പ്രചരിക്കുന്ന ഒരു കാലത്ത് റമദാനിനെ നിസ്സാരപ്പെടുത്തുന്ന ഒരു പ്രവണതയും നമ്മളിൽ ഉണ്ടാവരുത്. ഉള്ളതുപോലെ നൽകണേ. നൽകേണ്ട മാസമാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ ഇടയിൽ പാവപ്പെട്ടവരില്ലെന്ന്. എത്രയോ പാവങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അറിയുമോ, നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിൽ വിപുലമായ നോമ്പുതുറയുണ്ട്. അതുപോലെ വീട്ടിൽ വിഭവങ്ങൾ ഒരുക്കി വെക്കാറുണ്ട്. ഞാൻ എന്റെ നല്ലൊരു ശതമാനം സമയം ഉത്തരേന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ സഞ്ചരിക്കാറുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ബംഗാളിലും ബീഹാറിലുമായിരുന്നു. അവിടെ നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി നോമ്പ് തുറയൊരുക്കും എന്ന് പറഞ്ഞാൽ 4 മണിക്ക് തന്നെ ആളുകൾ വന്ന് കാത്തിരിക്കും. ഒരു നോമ്പ് തുറ കിട്ടാൻ വേണ്ടി വന്ന് കാത്തിരിക്കും. 6 മണിക്കാണ് വാങ്കെങ്കിലും 4 മണിക്ക് തന്നെ വന്ന് കാത്തിരിക്കും. ഇന്നെങ്കിലും ഒരിറ്റ് നല്ല ഭക്ഷണം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഇന്നെങ്കിലും നല്ല ഒരു ഭക്ഷണം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഒരുപാട് ആളുകൾ വന്ന് കാത്തിരിക്കുന്ന ദരിദ്ര ഗ്രാമങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 13-ാം തീയതി വെസ്റ്റ് ബംഗാളിലെ ബാഗഡോഗരക്കടുത്തൊരു ഗല്ലിയിലേക്ക് കടന്നു ചെന്നപ്പോൾ എന്റെ കൂടെ ഒരു 10-20ഓളം മലയാളി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർക്ക് വീടെന്ന് പറയാനൊരു കൂരയില്ല, അടുക്കളയെന്ന് പറയാനൊരു അടുക്കളയില്ല, ഭക്ഷണമെന്ന് പറയാൻ ഭക്ഷണമില്ല. അതാ അവർക്ക് ഒന്നുമുണ്ടെന്ന് പറയാനില്ല. ടാർപ്പായ വലിച്ചു കെട്ടിയിട്ട് ചേരി പ്രദേശത്ത് കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുചെന്നപ്പോൾ ആർത്തിയോടെ ഭക്ഷണം വാങ്ങിയ എത്രയോ പാവങ്ങളെയാണ് പ്രിയമുള്ളവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചില സമയങ്ങളിൽ ഉത്തരേന്ത്യയിലെ ചില പ്രവിശ്യകളിൽ 1000 പൊതിയും കൊണ്ടുപോകും. 1500 ആളുകളുണ്ടാകും. ഒരു പൊതി ഭക്ഷണത്തിന് വേണ്ടി അടിപിടി കൂടുന്ന പാവങ്ങളെ കാണാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ റമദാനിലും ഉത്തരേന്ത്യയിലെ ഏകദേശമുള്ള സംസ്ഥാനങ്ങളിലും പാവപ്പെട്ട ദരിദ്ര ഗ്രാമങ്ങളിൽ ഐവ ഇന്ത്യ ഫൗണ്ടേഷന് കീഴിൽ കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ ഞങ്ങൾ നോമ്പുതുറ ഒരുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ പള്ളിയിൽ നോമ്പ് തുറക്കുന്നതിൽ നല്ലൊരു ശതമാനം ആളുകളും വീട്ടിൽ നോമ്പുതുറ ഒരുക്കി വെച്ചിരിക്കുന്നവരാണ്. എന്നാൽ പള്ളികൾ ഗ്രാമത്തിലാണെങ്കിൽ ആവശ്യത്തിന് മാത്രമുള്ള നോമ്പുതുറ ഒരുക്കിയിട്ട് നിങ്ങൾ ഈ പാവങ്ങൾക്ക് ഒരു നോമ്പുതുറയ്ക്ക് കിട്ടുന്ന ഭക്ഷണം കൊണ്ട് മാത്രം അന്നത്തെ നോമ്പ് പിടിക്കുന്ന ദരിദ്രന്മാരുണ്ട്, പാവങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കണേ. അതാ എത്രയോ കാലമായി നല്ല ഒരു ഭക്ഷണം കണ്ടിട്ട്, പഴവർഗ്ഗങ്ങൾ കണ്ടിട്ട് അതാ നമ്മൾ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അതിഥികളെന്ന് കരുതി കടയിൽ നിന്ന് പലതും വാങ്ങി ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരുമ്പോ പരിസരത്ത് കൂടുന്ന 100 കണക്കിന് ദരിദ്ര മക്കളെ കാണുമ്പോ അതിൽ നിന്നൊരു അല്ലി പോലും കഴിക്കാൻ തോന്നാറില്ല, ഒരു കവിള് പോലും കുടിക്കാൻ തോന്നാറില്ല. കാരണം ആ പാവങ്ങൾ അത് ആദ്യമായി കാണുന്നവരാണ്.
ഇതുപോലെയുള്ള എത്രയെത്ര ഗ്രാമങ്ങളുണ്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് റബ്ബിനെ മറന്നു പോകരുത്. ഈ റമദാൻ ഔദാര്യങ്ങളുടെ മാസമാണ്. ലോക ഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔദാര്യത്തിന്റെ കേദാരമാണ്. വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ. അവിടുന്ന് മാന്യതയിലും അറിവിലും തുല്യതയില്ലാത്ത നേതാവാണ്. മാത്രമല്ല അവിടുന്ന് റമദാനായാൽ കരീഹിൽ മുർസല, അതാ പരന്നൊഴുകുന്ന കാറ്റുപോലെ എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്വാസമാണ്. അജ്വദുമായ യകൂനു ഫീ റമദാൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔദാര്യത്തിന്റെ മാസമാണ് റമദാൻ. അല്ലാഹു തആല നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിലേക്ക് നമ്മൾ എല്ലാവരും അടുക്കണം. ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. നമ്മൾ നിയ്യത്ത് ചെയ്യുമ്പോൾ ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി ഞാൻ നോമ്പെടുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യും. അത് അല്ലാഹുവിന് വേണ്ടി തന്നെ ആകുന്നുണ്ടോ എന്ന് ഉറപ്പിക്കണം. അതേ ആവശ്യമുള്ളൂ. നവൈതു സൗമ ഗദിൻ ലില്ലാഹി തആല, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നോമ്പെടുക്കുന്നവൻ. ആ ഒരു ശരിയായ വിചാരം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടാവണം. നമ്മുടെ മക്കളുടെ കൽബിൽ അല്ലാഹ് എന്ന വിചാരം ശരിക്ക് സ്ഥാപിച്ചു കൊടുക്കണം. കേരളം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ട് പറയാറുണ്ട്, കേരളത്തെ കുറിച്ച് പറയാറുള്ളത് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ്. എന്നാൽ ഇപ്രാവശ്യം പാർലമെന്റ് സമ്മേളനത്തിന്റെ അടുത്ത ദിവസം ഒരു ഇംഗ്ലീഷ് പത്രം എഴുതിയത് ഗൂൺസ് ഓൺ കൺട്രി എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ അനാവശ്യങ്ങളും ലഹളകളും കലാപങ്ങളും എന്ന് മാത്രമല്ല, ലഹരിയുടെ പേരിൽ എത്രയെത്ര കുടുംബങ്ങളാണ് ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്. എല്ലാം മറന്ന് ഉമ്മയെ അനുജനെ അതാ ഭക്ഷണം വാങ്ങിക്കൊടുത്ത് സന്തോഷിപ്പിച്ച് ഉടപ്പിറപ്പിനെ കൊന്നുകളയുന്ന ക്രൂരതയിലേക്ക് കേവലം കൗമാര യൗവനങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ലഹരിയാണ്. അധികാരികൾക്ക് ഇതിൽ ഉത്തരവാദിത്വമുണ്ട്, രക്ഷിതാക്കൾക്ക് ഇതിൽ ഉത്തരവാദിത്വമുണ്ട്, സമൂഹത്തിന് ഇതിൽ ബാധ്യതയുണ്ട്. ലഹരി കച്ചവടം ചെയ്യുന്നവരെ കണ്ടറിഞ്ഞ് അതിൽ നിന്ന് മാറ്റി നിർത്താൻ ഇവിടെയുള്ള മുന്നേറ്റ പ്രവർത്തകർക്ക് സാധിക്കണം. അധികാരികൾക്ക് ശക്തമായി നിയന്ത്രിക്കാൻ കഴിയണം. അധികാരികൾക്ക് ഈ രാജ്യത്ത് എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? നമ്മുടെ സംസ്ഥാനത്തിന്റെ കൗമാര യൗവനങ്ങൾ ലഹരിക്കടിമപ്പെട്ട് ക്രൂരമായ കൊലപാതക പരമ്പരകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ലഭ്യമാക്കാതിരിക്കാനുള്ള ജാഗ്രത എവിടെ നിന്നാണ് ഉണ്ടാവേണ്ടത്? എവിടെയാണ് ഈ ജാഗ്രത വേണ്ടത്? ഒന്നാമത് അധികാരികളിൽ നിന്ന്, രണ്ട് സമൂഹത്തിലെ ആക്ടിവിസ്റ്റുകളിൽ നിന്ന്, സമുദ്ധാരണ പ്രവർത്തകരിൽ നിന്ന്. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകരോടും പറയുന്നത്, നമ്മൾ ഇക്കാലത്ത് ചെയ്യാനുള്ള ഏറ്റവും വലിയ സാമൂഹിക പ്രവർത്തനം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ കലാലയങ്ങളിൽ ലഭ്യമാകാതിരിക്കാനുള്ള ജാഗ്രത. നാടിനു വേണ്ടി ആരെങ്കിലും കാവലിരിക്കുന്നുവെങ്കിൽ ലഹരി കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്തി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനോ നാട്ടുകാർ അവരെ ശക്തമായ ബോധവൽക്കരണം നടത്താനോ നമുക്ക് സാധിക്കണം. നമ്മുടെ കുട്ടികളുടെ ഒരു കലാലയത്തിന്റെ പരിസരത്തും ഇത് ലഭ്യമാകരുത്. ഒരു നെറ്റ്വർക്കിലും അവർ വീണുപോകരുത്. ഒരു ഗൂഢസംഘത്തിന്റെയും ഭാഗമാവരുത്. ഇതിനു വേണ്ടിയുള്ള ശക്തമായ ജാഗ്രതകൾ ഉണ്ടാവണം. പലപ്പോഴും എന്തുകൊണ്ടാണ് കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നത്? അവർ സ്കൂൾ കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് അങ്ങാടികളിൽ കറങ്ങിത്തിരിഞ്ഞ് നിൽക്കുമ്പോ എന്തുകൊണ്ടാണ് ഒരു കുട്ടി സ്കൂൾ കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരാത്തത്? വീട്ടിൽ വരുന്നത് ഒരു ഭാരമാകുമ്പോൾ. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഓടിയെത്താനുള്ള കുടുംബ പരിസരങ്ങൾ ഉണ്ടാവണം.
സ്കൂളിൽ നിന്ന് വിട്ടാൽ ആ കുട്ടിക്ക് ഓടി ഉമ്മാന്റെ അടുത്തെത്താൻ, വീട്ടിലെത്താനുള്ള താല്പര്യമുണ്ടാവണം. അങ്ങനെയുള്ള ഗൃഹപരിസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അങ്ങാടിയിൽ അലഞ്ഞ് രാത്രിയാകുമ്പോൾ മക്കൾ മടങ്ങി വരുന്നത്. വീട്ടിൽ കൊടുക്കേണ്ട സ്നേഹം, വീട്ടിൽ കൊടുക്കേണ്ട പരിഗണന, മാതാപിതാക്കൾ നൽകേണ്ട വാത്സല്യം നഷ്ടപ്പെടുമ്പോഴാണ് മക്കൾ അങ്ങാടിയിൽ അലഞ്ഞു നടക്കുന്നത്. പെൺകുട്ടികളെ വേണ്ട കെയർ നൽകാതെ വരുമ്പോഴാണ് അവർ അങ്ങാടിയിൽ തിരിഞ്ഞു കളിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ വേണ്ട പോലെ രക്ഷിക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ തലമുറകളെ മുഴുവനും അനാവശ്യങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ ആരുടെയും മക്കളെ ലഹരിയ അനാവശ്യങ്ങളുടെ അടിമകളാക്കല്ലേ റഹ്മാനെ, കാവലേകണം അല്ലാ. അതുകൊണ്ട് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ഇറക്കണം. ഒരു 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് നല്ല പ്രതീക്ഷയുള്ളൊരു സമയമാണിത്. അല്ലാഹു തആല നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി അവരുടെ പേരിൽ ജനാസ നിസ്കരിച്ചുകൊണ്ടാണ് നമ്മൾ പിരിയുക. യുവ പണ്ഡിതൻ ഒരു ജീവിതം കൊണ്ട് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ആ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ ക്ഷണിക്കുകയും ഹൃദയം തൊട്ട് ലോകത്തോട് സംസാരിക്കുകയും ഒരുപാട് ആളുകളുടെ മനസ്സിൽ അള്ളാഹുവിനെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹത്തോടെ സ്ഥാപിക്കാൻ കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യവാനായ ചെറുപ്പക്കാരൻ. അള്ളാഹുവെ, അദ്ദേഹത്തിന്റെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ അള്ളാഹ്. അദ്ദേഹത്തിന്റെ പരലോകം നീ സന്തോഷമാക്കി കൊടുക്കണേ അള്ളാഹ്. കുടുംബത്തിന് അനാഥത്വത്തിന്റെ വേദനയിൽ നിന്ന് നീ കാവൽ നൽകി